ഉമ്മമാരെ, നിങ്ങൾ നല്ല അച്ചടക്കമുള്ളവരാണ്, ലിയാക്കന്മാരോട് വലിയ മഹബത്തുള്ളവരാണ്, സ്നേഹമുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങൾ ഉഷാറാകണം. നിങ്ങൾ അവർക്ക് ഒന്നും വെളിവാകാത്ത രീതിയിൽ ഉറൂസിന് വരുമ്പോൾ, സിയാറത്തിന് വരുമ്പോൾ ശ്രദ്ധിക്കണം. ഒരു ഹജ്ജിന് പോകുമ്പോൾ, നിർബന്ധമായ കാര്യങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ വരെ പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല. അത് പല ഉമ്മമാർക്കും അറിയില്ല. ഹജ്ജിന് പോകണം, ഹജ്ജ് നിർബന്ധമായ ഒരു ഇബാദത്തല്ലേ. നിർബന്ധമായ കാര്യം പഠിക്കൽ, ഫർള് കാര്യങ്ങളൊക്കെ പഠിക്കൽ, ഇസ്ലാമിന്റെ നിയമം പഠിക്കൽ നിർബന്ധമല്ലേ. പക്ഷേ അതിന് യാത്ര ഒറ്റക്കൊരു പെണ്ണിന് യാത്ര ചെയ്യാൻ കഴിയില്ല. മഹ്റം വേണം, പിതാവ് വേണം, ആങ്ങളമാര് വേണം, എളാപ്പ മൂത്താപ്പമാർ വേണം, മഹ്റം വേണം. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല. സ്വന്തം ഉമ്മന്റെ കൂടെ വരെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല, ഇസ്ലാമിന്റെ നിർബന്ധ കാര്യങ്ങൾക്ക് വരെ. പിന്നെ എങ്ങനെയാണ് സിയാറത്തിനും ഉറൂസിനൊക്കെ ഒറ്റയ്ക്ക് വരുന്നത്? സിയാറത്ത് ചെയ്യണം, പെണ്ണുങ്ങൾക്ക് സുന്നത്താണ്, ആണുങ്ങൾക്കും സുന്നത്താണ്. പക്ഷെ എങ്ങനെ വേണം? പിതാവിന്റെ കൂടെ വരണം, ഭർത്താവിന്റെ കൂടെ വരണം, ആങ്ങളന്റെ കൂടെ വരണം, എളാപ്പ മുത്താപ്പന്റെ കൂടെ വരണം, മഹ്റം വേണം. ഒറ്റയ്ക്ക് യാത്ര ചെയ്തുകൂടാ. സിയാറത്ത് സുന്നത്തായ കാര്യമാണ്. അതിന് ഒറ്റക്ക് സിയാറത്ത് ചെയ്യാൻ ബന്ധുകൂടാ എന്നാണ് ഇസ്ലാമിന്റെ നിയമം. സഹോദരിമാരെ, നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോൾ, സിയാറത്തിന് വരുമ്പോൾ, നിങ്ങൾ ഉറൂസിന് വരുമ്പോൾ അച്ചടക്കത്തോടു കൂടി വരണം. ശരീരത്തിന്റെ ഭാഗങ്ങളെല്ലാം ശരിക്കും മറച്ചിട്ട് വരണം. നിങ്ങൾക്കുള്ള ശരീരത്തിന്റെ ഒരു ഔറത്ത് അന്യപുരുഷന്മാർക്ക് നിങ്ങൾ കാണിച്ചുകൂടാ. നിങ്ങൾ അറിയാതെ ഒരു അന്യപുരുഷൻ നിങ്ങൾക്കുള്ള ശരീരഭാഗങ്ങൾ കാണുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കൂടാ. നല്ലോണം ശ്രദ്ധിക്കണം നമ്മളെ ഉമ്മമാർ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ, ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ പത്നി, ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ ഹബീബായ മുത്തനബി തങ്ങളെ സിയാറത്തിന് പോയി. അവിടുത്തെ പിതാവാകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിൽ തന്നെ മറഅടക്കപ്പെട്ടു. അത് രണ്ടും ആയിഷ ബീവി റളിയല്ലാഹു അൻഹുവിന്റെ റൂമിന്റെ ഉള്ളിലാണ്. ആയിഷ ബീവി പറയുന്നു, എന്റെ ഭർത്താവ് ഹബീബായ മുത്തനബി തങ്ങളും എന്റെ പിതാവാകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായതിനു ശേഷം അവരെ ഞാൻ സിയാറത്ത് ചെയ്യാൻ പോകും. അപ്പോൾ ഞാൻ എന്റെ ശരീരത്തിന്റെ ഭാഗത്തെ സംബന്ധിച്ച് ചിന്തിക്കാറില്ല. കാരണം എന്റെ റൂമിൽ നിന്ന് മറ്റേ റൂമിലേക്കാണ് സിയാറത്തിന് പോകുന്നത്. എന്തായാലും കിട്ടിയ വസ്ത്രം ചുറ്റിയിട്ടാണ് ഞാൻ പോകുന്നത്. ഫലമ്മാ ദുഫിന ഉമർ റളിയല്ലാഹു അൻഹുവിനെ ആ ഉജ്റത്തു ശരീഫിൽ മറഅടക്കപ്പെട്ടതിന് ശേഷം ഞാൻ അങ്ങനെ നമ്മളെ ഭാഷയിൽ പറയുമ്പോൾ ഒരു ഗോസുബാരിയായിട്ട് സിയാറത്തിന് പോകുമായിരുന്നില്ല. മുന്നത്ത് പോയ പോലെ എന്തെങ്കിലും ഒരു തുണി ചുറ്റിയിട്ടല്ല ഞാൻ പോകുന്നത്. എന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും മറച്ചിട്ടാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ അവിടെ മറഅടക്കിയതിന് ശേഷം ഞാൻ സിയാറത്തിന് പോയിരുന്നത്. എന്തേ കാരണം? ഹയാഅൻ മിൻ ഉമർ, ഹയാഅൻ മിൻ ഉമർ, ഹയാഅൻ മിൻ ഉമർ. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോടുള്ള ലജ്ജ, നാണക്കേട്, എനിക്ക് നാണക്കേടാകുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ മറഅടക്കിയതിന് ശേഷം ആ ഉജ്റത്തു ശരീഫിലേക്ക് അങ്ങനെ പോകാറില്ല. ശരിക്ക് വസ്ത്രം ധരിച്ച് എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം പോലും പുറത്തേക്ക് കാണിക്കാത്ത രീതിയിലാണ് എന്റെ റൂമിൽ നിന്ന് ആ ഉജ്റത്തു ശരീഫിലേക്ക് ഞാൻ സിയാറത്തിന് പോയത് എന്ന് ആയിഷ ഉമർ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞെങ്കിൽ, ഉമ്മമാരെ, സിയാറത്തിന്റെ പേരിൽ, മറ്റുള്ള സുന്നത്തായ കാര്യങ്ങളുടെ പേരിൽ നിങ്ങൾ ഇസ്ലാമിനെ അവഹേളിക്കരുത്. ശരിക്കും ഔറത്ത് മറച്ച് മുഖവും മുടിയും ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും മറച്ചിട്ട് വേണം നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വന്ന് സിയാറത്ത് ചെയ്യാൻ. ഹജ്ജിന് വരെ, നിർബന്ധമായ കാര്യങ്ങൾ പഠിക്കാൻ വരെ ഇങ്ങനെയുള്ള നിബന്ധനയുണ്ടെങ്കിൽ ഉറൂസിന്റെ കാര്യം പിന്നെ പറയാനില്ല. നിങ്ങൾ വരണം, സിയാറത്ത് ചെയ്യണം, എല്ലാം ചെയ്യണം. അപ്പൊ മറന്റെ ഉള്ളിൽ നല്ലോണം സൂക്ഷിച്ചുകൊണ്ട്, നിങ്ങളെ കാരണം കൊണ്ട് ഒരു അന്യപുരുഷൻ ഒരു തെറ്റിലേക്ക് ചാടിക്കൂടാ. നിങ്ങൾ തന്നെയും നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഗം അന്യപുരുഷന് കാണിച്ചുകൊണ്ട് നിങ്ങളൊരു ഹറാമിയത്തിന്റെ വക്കിലെത്തിക്കൂടാ.